Next, നമുക്ക് PDF ന്റെ ഒരു problem discuss ചെയ്യാം. The PDF of continuous random variable x is given by f of x equal to k into x square into 1 minus x cube, 0 less than x less than 1 and 0 otherwise. Suppose x ന്റെ വാല്യൂ 0യ്ക്കും 1നും ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അല്ലാതെ എന്ത് വാല്യൂസ് വന്നാലും എന്തായിരിക്കും f of x 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് k. കെയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം വരുമ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യുന്നത്? പ്രോപ്പർട്ടി എടുത്ത് അപ്ലൈ ചെയ്യും. പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം? 1 ആയിരിക്കണം. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നു. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എന്തായിരുന്നു ചെയ്യുക? സമ്മേഷൻ യൂസ് ചെയ്യാം. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ ആയിരിക്കും തരിക? എക്സ് ഈക്വൽ ടു 0 1 2 3 സംതിങ് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും തരിക. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് നമുക്കുണ്ടല്ലോ. എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഗിവൺ ആണ്. എക്സിന്റെ വാല്യൂ എക്സ് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യാം? എക്സിന്റെ പോസിബിൾ ആയിട്ടുള്ള റേഞ്ച് എത്രയാണ്? 0 to 1 വരെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ 0 to 1 വരെ ഉള്ളപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? കെ എക്സ് സ്ക്വയർ ഇൻറ്റു 1 minus x cube into dx. This is equal to എന്ത് വരണം? 1 വരണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്കത് ഫെമിലിയർ ആയിരിക്കണം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. കെ കോമൺ ആയിട്ട് തന്നെ കിടന്നോട്ടെ. കെ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. കെ പുറത്ത് കിടന്നോട്ടെ. എക്സ് വെച്ച് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കാരണം എക്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. കെ കോൺസ്റ്റന്റ് ആണ്, പുറത്തങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ കെയുടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വലിയ ബെനിഫിറ്റ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ എന്തൊരു എക്സ് സ്ക്വയർ മൈനസ് എക്സ് റേസ് ടു 5 ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടണം? 1 കിട്ടണം. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. ഇനിയിപ്പോൾ ഇൻ്റഗ്രേഷൻ വേണ്ട നമുക്ക്. ഇൻ്റഗ്രൽ സിമ്പിൾ എഴുതണ്ട, ഇൻ്റഗ്രേറ്റ് ചെയ്തു പോവാം. കെ ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു എക്സ് റേസ് ടു 3/3 അല്ലേ? എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3. എക്സ് റേസ് ടു 5ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു എക്സ് റേസ് ടു 6/6. ഇൻ്റഗ്രേഷൻ ഒക്കെ അത്യാവശ്യം ഫെമിലിയർ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം എന്ത് ചെയ്യാം? ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കാം, ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. -0 അങ്ങിട്ട് കൊടുത്താൽ മതി. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തുവരും? 1 ക്യൂബ് ബൈ 3 മൈനസ് 1 റേസ് ടു 6/6 മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. കെ ഇൻറ്റു എന്താണേലും 0 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 1. കാരണം ഇവിടെ 0 ക്യൂബ് ബൈ 3 ആൻഡ് 0 റേസ് ടു 6/6 പ്രത്യേകിച്ച് 0 ആയിരിക്കും വരിക. അപ്പോൾ ഈ സെക്ഷൻ 0 ആയിപ്പോയി. പിന്നെ നമുക്ക് ബാക്കി എന്താ വരുന്നത്? കെ ഇൻറ്റു 1/3 മൈനസ് 1/6 അല്ലേ? ഈക്വൽ ടു 1. അപ്പം നമുക്കിനി എങ്ങനെയാണെന്ന് വെച്ചാൽ LCM എടുത്തോ അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോളുക. ഞാനിപ്പം ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു. ദാറ്റ് മീൻസ് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തോന്നു? കെ ഈക്വൽ ടു കെ ഇൻറ്റു 1/6 ഈക്വൽ ടു 1. അതായത് കെ ബൈ 6 ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്ത് വരും? 6 വന്നു. കെയുടെ വാല്യൂ 6 കിട്ടിയല്ലോ. നമുക്ക് ഇവിടെ വെച്ച് ഫൈൻ കെ എന്ന് പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും ഫോർ എ പെർഫെക്ഷൻ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു k. Substitute the value of k, that is 6x square into 1 minus x cube from 0 less than or equal to x less than or equal to 1 and 0 otherwise. Okay, problem complete ആയി. k യുടെ value find out ചെയ്തു, then substitute ചെയ്തു. Next question, the PDF of a continuous random variable x is given by, ഞാൻ ചെയ്യാനുള്ള ഈസിക്ക് CRV എന്നൊക്കെ ഇട്ടേക്കുന്നേ ഉള്ളൂ. നിങ്ങളത് തന്നെ യൂസ് ചെയ്ത് എഴുതി പോവുക. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് PDF തന്നിട്ടുണ്ട് 3x സ്ക്വയർ ആൻഡ് റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 0 elsewhere. ഓക്കെ, PDF തന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് A and B. Find the value of A and B
A and B such that first question P of x less than or equal to A equal to P of x greater than A, and second question P of x greater than B equal to 0.05. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ രണ്ട് കണക്ഷൻസ് വെച്ചിട്ട് എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ നമുക്ക് യൂസ് ചെയ്യാം. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നല്ലേ? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എക്സിന്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ആയിരിക്കണം? എ മുതൽ മാക്സിമം പോകാവുന്ന വാല്യൂ, എക്സിന്റെ വാല്യൂ എനേക്കാൾ ചെറുതായിരിക്കണം. അപ്പൊ എനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ എത്ര വേണേലും ചെറുതാവാം, പക്ഷെ എക്സിന് ഇവിടെ ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പം ഇന്റഗ്രൽ 0 to a, അതായത് മാക്സിമം ചെറുതാവാൻ പറ്റുന്ന ഇവിടെ -∞ വരെ. പക്ഷെ എക്സിന് -∞ ഒന്നും പോകാൻ പറ്റില്ല, നമുക്ക് 0 വരെ പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ 0 വരെ ഇട്ടാൽ മതി. കാരണം 0 to a വന്നാൽ ഒരു PDF-ഉം ദെൻ 0 മുതൽ -∞ വരെ വരുന്നത് അടുത്ത PDF. അത് ഏതായാലും 0 ആയി പോകും. ഇതല്ലാതെ വേറെ 0ക്കും 1നും ബിറ്റ്വീൻ അല്ലാതെ എന്ത് വാല്യൂ വന്നാലും അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട f of x 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ a വരെ മാക്സിമം പോകാവും. ഈ കണ്ടീഷനകത്ത് പറഞ്ഞേക്കുന്ന എക്സിന് എത്ര വേണമെങ്കിലും ചെറുതാവാം, പക്ഷെ നമ്മളോട് പറഞ്ഞേക്കുന്ന എക്സിന്റെ വാല്യൂ 0ക്കും 1നും ബിറ്റ്വീൻ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 0 ആണ്. അപ്പോൾ നമ്മൾ 0 മുതൽ a വരെ എന്ന് കൊടുക്കുന്നു. ദെൻ PDF എന്താണ്? 3x² into dx. ഇതപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x³ / 3 ഫ്രം 0 to a. അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് കൊടുത്തു. 3 3 ക്യാൻസൽ ആയല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു a³. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? a³. പ്രോബ്ലം കാണുമ്പോൾ ഉള്ള ആ ഒരു ഭീകരത മാത്രമേ ഉള്ളൂ, ചെയ്യാൻ വലിയ ഇഷ്യൂസ് ഇല്ല. ദെൻ നമ്മൾ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ a കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇനി അൺനോൺ മീൻസ് കണ്ടിട്ടില്ലാത്ത പ്രോബ്ലംസ് ആണെങ്കിൽ അതിനകത്ത് തന്നേക്കുന്ന വാല്യൂസ് എല്ലാം മാക്സിമം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് കിട്ടും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ a മുതൽ എത്ര വേണേലും പോകാം, പക്ഷെ എക്സിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. എക്സ് എവിടം വരെ നമുക്ക് പോകാൻ പാടുള്ളൂ? 1 വരെ പോകാൻ പാടുള്ളൂ. 1 കഴിഞ്ഞിട്ടും പോകാം, 2 3 ഒക്കെ പോകാം, പക്ഷെ 1 വരെ ആകുമ്പോൾ ഉള്ള PDF 3x² അല്ലേ നമ്മൾ പറയാം ഇൻറ്റു dx. ഇനി വേണമെങ്കിൽ 2ഉം 3ഉം ഒക്കെ പോകാം. 1 മുതൽ 2 വരെ പോവുകയാണെങ്കിൽ എന്താണ്? 0. അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആവശ്യമൊന്നുമില്ല, അത് 0 ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ അതിലോട്ടൊന്നും ചെയ്യാത്തത്. അപ്പം എന്തോന്നു? 3x³ / 3 ഫ്രം എവിടെ മുതൽ എവിടെ വരെ? a to 1. 3 3 ക്യാൻസലായി. അപ്പോൾ ബാക്കി എന്തോരും? x³ ഫ്രം a to 1. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. 1 - a³ എന്ന് കിട്ടിയല്ലോ. 1 - a³ കിട്ടി. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ എയും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയും എന്താണ്? ശരി, ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ a³ മാത്രമായിട്ട് ഓക്കെ നമ്മളോട് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഇത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഈക്വൽ ടു പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്തായിരുന്നു? a³. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 1 - a³. അപ്പോൾ ഇനിയിപ്പം a³ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാം. a³ - a³ ഇപ്പുറത്തേക്ക് പോയപ്പോൾ എന്തായി? +a³ ഈക്വൽ ടു 1. ദാറ്റ്സ് ഈക്വൽ ടു 2a³ ഈക്വൽ ടു 1 എന്നായി. അങ്ങനെയാണെങ്കിൽ a³ എന്ത് വരും? 1/2. എയോ ക്യൂബ് റൂട്ട് ഓഫ് 1/2 അല്ലേ? ഇതിനെ നമ്മൾ ഇപ്പുറത്തെ ഡയറക്ഷനിലോട്ട് ആ ക്യൂബ് കൊടുത്തേക്കുന്നു. അപ്പം a നമുക്ക് വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? b വേണം. ബിക്ക് നമുക്ക് തന്നേക്കുന്ന ഹിന്റ് എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ b ആണെങ്കിൽ പ്രോബബിലിറ്റി എന്താ? 0.05. ഓക്കെ, അപ്പം പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0.05 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ പ്രോബബിലിറ്റി എന്ത് വരും? 0.05 ആണ് വരിക. എക്സ് ഗ്രേറ്റർ ദാൻ ബിനെ നമുക്ക് എങ്ങനെ കാണിക്കാം? ഇതിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാലും സെയിം ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുക. പക്ഷേ ഡിസ്ക്രീറ്റിനകത്ത് അതല്ലായിരുന്നു, അത് ഓർത്തിരുന്നു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ബിന് എന്ത് ഇപ്പോൾ കൊടുക്കാം?
മാക്സിമം ബി മുതൽ എത്ര വേണേലും എക്സിന്റെ വാല്യൂ വേരി ചെയ്യാന്നല്ലേ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ വരിക അല്ലെ. ബി മുതൽ എത്ര വേണമെങ്കിലും ആകാം. അപ്പൊ മാക്സിമം എക്സിന്റെ വാല്യൂ എവിടെ വരെ പോകാൻ പാടുള്ളൂ? 1 വരെ പോകാൻ പാടുള്ളൂ. 3x² into dx. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ പ്രോബബിലിറ്റി ഇത് നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത ഈക്വൽ ടുന്റെ അടുത്ത പോർഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 0.05. അപ്പോൾ എന്ത് കിട്ടി? 3x³ 3 ഫ്രം b to 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0.05. 3 3 ക്യാൻസൽ ആയി. ഇനി x³ നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. 1³ മൈനസ് b³ ഈക്വൽ ടു 0.05. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നമ്പർ ആണല്ലോ മെജോറിറ്റി, നമ്പേഴ്സിനെല്ലാം കൂടെ ഒരുമിച്ചാക്കാം. നമ്പേഴ്സിനെല്ലാം കൂടെ ഒരുമിച്ചാക്കുമ്പോൾ എന്തോരും? മൈനസ് b³ ഈക്വൽ ടു 0.05 മൈനസ് 1 അല്ലേ വരിക? 1. ദാറ്റ് ഈസ് മൈനസ് b³ ഈക്വൽ ടു മൈനസ് 0.95 വരും അല്ലേ? മൈനസ് മൈനസും ക്യാൻസൽ. b³ ഈക്വൽ ടു 0.05. അങ്ങനെയാണെങ്കിൽ നമുക്ക് b എങ്ങനെ എടുക്കാം? ഈ ക്യൂബ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 0.95 അല്ല, വെറും 95 അല്ല, 0.95. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടിയല്ലോ. എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരെണ്ണൂടെ സോൾവ് ചെയ്യാം. ഇതിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാം ഡിഫറെൻറ്റ് മെത്തേഡാണ്. സെയിം പാറ്റേൺസ് ഒക്കെ റയർ ആണ് കേട്ടോ. ബട്ട് സെയിം പാറ്റേൺ ഇൻ ദ സെൻസ് ഇതുപോലെ എ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ബി ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്ഷൻസ് തരിക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഒരു PDF തന്നിട്ടുണ്ട്. f of x equal to 5 into e raised to minus 5x, 0 less than x less than infinity and 0 elsewhere. ഇത്രയും കിട്ടിയല്ലോ. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഷോ ദാറ്റ് p of x greater than or equal to 7 given x greater than or equal to 5 equal to p of x greater than or equal to 2. ഇത് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന സെയിം പാറ്റേൺ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെക്നിക്കോ ഐഡിയാസോ വേറെ എന്തെങ്കിലും കണക്ഷൻസോ ഇതുമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ്, നോ ഇഷ്യൂസ്. ഓക്കെ, ഒത്തിരി രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ LHS ഈക്വൽ ടു RHS പ്രൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ LHS ആദ്യം സോൾവ് ചെയ്തെടുക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എനിക്ക് എങ്ങനെ എഴുതാം? p ഓഫ് നമ്മുടെ ചെയ്യാറുണ്ടല്ലോ കണ്ടീഷണൽ പ്രോബബിലിറ്റി a ഗിവൺ b എന്തായിരുന്നു? p ഓഫ് a ഇന്റർസെക്ഷൻ b ഡിവൈഡഡ് ബൈ p ഓഫ് b എന്നല്ല നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ ചെയ്യാം. a ഇന്റർസെക്ഷൻ b എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ഇന്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ p ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഇനി 7നേക്കാൾ കൂടുതലായിരിക്കണം. ഞാൻ ഈ നമ്പർ ലൈനൊക്കെ വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ. അവർ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്ന് പറയുമ്പോൾ ഇവിടെ 7നേക്കാൾ കൂടുതലുള്ള എല്ലാ വാല്യൂസും അക്സെപ്റ്റബിൾ ആണ്. അടുത്ത എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 5നേക്കാൾ വലിയ വാല്യൂസ് എല്ലാം അക്സെപ്റ്റബിൾ ആണ്. 5നേക്കാൾ ഗ്രേറ്റർ വാല്യൂസ് എല്ലാം അക്സെപ്റ്റബിൾ ആണ്. രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ള ഇന്റർസെക്ഷൻ വരുമ്പോൾ കോമൺ ആണല്ലോ. കോമൺ റീജിയൻ എന്താ? 7 മുതൽ അങ്ങോട്ടുള്ള മാത്രമല്ല, ഈ റീജിയൻ അല്ലേ നമുക്ക് കോമൺ ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ഇന്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ p ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, ഇനി ഞാൻ ഒന്നുകിൽ ഒറ്റ ഇക്വേഷനിൽ തന്നെ നമുക്കിത് ചെയ്തു പോകാം, അല്ല എങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് p ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ഒരു കാര്യം ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് ചെയ്തു പോകാം. എന്തോരും ഇന്റഗ്രൽ ഓവർ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. 7 മുതൽ മാക്സിമം എക്സിന്റെ വാല്യൂ എവിടെ വരെ പോകാമെന്ന് നമ്മുടെ PDF-ൽ പറഞ്ഞേക്കുന്ന എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ പോകാവുന്നത് കൊണ്ട് എക്സിന്റെ വാല്യൂ 7 മുതൽ ഇൻഫിനിറ്റി വരെ പോകാം. f of x into dx divided by, ഇനി ഡിനോമിനേറ്റർ കൊടുക്കാൻ പാടില്ല. ഡിനോമിനേറ്ററിൽ എന്താണ്?
എക്സിൻ്റെ വാല്യൂ 5-നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, 5 മുതൽ ഇൻഫിനിറ്റി വരെ പോവാം. ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഞാൻ എഴുതി. അപ്പോൾ ഇനി എഫ് ഓഫ് എക്സ് കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാവേ. 7 to infinity 5 into e raised to minus 5x. 5 into e raised to minus 5x divided by integral 5 to infinity 5 into e raised to minus 5x ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് 5ഉം 5ഉം അങ്ങോട്ട് ക്യാൻസൽ ആക്കണമെങ്കിൽ ആക്കാം, ഇല്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് ക്യാൻസൽ ആയി പോയിക്കോളും. 5 കോൺസ്റ്റന്റ്, e raised to minus 5x എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? e raised to minus 5x equal to ഇൻ്റഗ്രൽ വരുമ്പോൾ എന്തൊരു e raised to minus 5x ഡിവൈഡഡ് ബൈ ഇതിനെ -5xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -5 നമ്മളിങ്ങനെയാണല്ലോ ചെയ്യാം. അപ്പോൾ e raised to minus 5x equal to integral e raised to minus 5x divided by -5 divided by denominator എന്തായിരിക്കും 5 into from ലിമിറ്റ് മാത്രമേ മാറുന്നുള്ളൂ, ഫ്രം 7 to infinity, വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. e raised to minus 5x by -5 from 5 to infinity എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? 5ഉം 5ഉം ക്യാൻസലായി, 5ഉം 5ഉം ക്യാൻസലായി, മൈനസ് കിടപ്പുണ്ട്, മൈനസും മൈനസും ക്യാൻസൽ ആവുമല്ലോ. മൈനസ് e raised to minus 5x from 7 to infinity divided by minus e raised to minus 5x from 7 to infinity. ഒന്നെങ്കിൽ ഇവിടുന്ന് കളഞ്ഞോളൂ, ഇല്ല ഓട്ടോമാറ്റിക്കലി പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി ലിമിറ്റ് കൊടുക്കാം. ആദ്യം കൊടുക്കേണ്ട എന്താ? അപ്പർ ലിമിറ്റ് e raised to minus infinity minus എന്താണ് വരിക? 7 e raised to minus 5 into 7 divided by minus e raised to അല്ല മൈനസ് ഇൻഫിനിറ്റി അല്ല, അപ്പർ ലിമിറ്റ് വരുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റി e raised to minus 5 into 5. അപ്പോൾ e raised to minus infinity എന്താ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. എന്ത് വരും? 0 minus e raised to minus 35 divided by minus 0 minus e raised to minus 25. ആദ്യമേ ഈ മൈനസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്ത് വിട്ടോളൂ കേട്ടോ, നോ ഇഷ്യൂസ്. ഞാനിപ്പം അപ്പോൾ ഇവിടെ എന്ത് വരും? ഞാനിപ്പോൾ ഇട്ടങ്ങ് പോവുകയാണ്, മൈനസ്. അപ്പോൾ ഈ മൈനസോട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താകും? പ്ലസ് ആവും. അപ്പോൾ e raised to minus 35 divided by e raised to minus 25 എന്നായി. e raised to minus 35 divided by e raised to minus 25 എന്ന് പറയുന്നത് എന്ത് വരും? e raised to minus 10 അല്ലേ വരിക? -10 അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു e raised to minus 10. ഇപ്പം e raised to minus 10 എന്ന് പറയാം. ഓക്കെ, ഇത് ഇവിടെ നിൽക്കട്ടെ. വേണമെങ്കിൽ ഒറ്റയടിക്ക് e raised to minus 10 എന്ന് പറയുന്നത് എന്ത് വരും? e raised to minus 5 into 2 എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. എനിവേ ഞാനിപ്പം എന്ത് ചെയ്യുന്നു? p of x greater than 2 ആണോ? greater than or equal to 2 കൂടെ ചെയ്യുന്നു. ഇൻറ്റഗ്രൽ 2 to infinity e raised to minus 5 into e raised to minus 5x into dx ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 5ഉം 5ഉം ക്യാൻസൽ ആവും. e raised to minus 5x from 2 to infinity. നേരത്തെ സെയിം പ്രൊസീജിയർ ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങനായിരുന്നു വരിക. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5ഉം 5ഉം ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടി? മൈനസ് e raised to minus 5x from 2 to infinity. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തൊരു? e raised to minus infinity minus e raised to minus 5 into 2. That's equal to minus 0 minus e raised to minus 10 equal to e raised to minus 10. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെയിം തന്നെ കിട്ടിയല്ലോ. ദാറ്റ് ഈസ് p of x greater than or equal to 7 greater than x greater than or equal to 7 given x greater than or equal to 5 equal to p of x greater than or equal to 2. Okay, hence proved. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഏതെങ്കിലും പ്രോബ്ലംസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
താങ്ക് യു.